മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയിലെ ചില മുൻകാല ചോദ്യങ്ങളാണ്. അതായത് RRB SSC എക്സാമുകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഒരു 10-20 ചോദ്യവും അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷനും കൂടെ തരിക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ടോപ്പിക് ഓരോ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, apart from nucleus of the cell, which two cell organelles have their own DNA and ribosome? ഒന്നുകൂടെ ചോദ്യം വായിക്കാം. Apart from nucleus of the cell, which two cell organelles have their own DNA and ribosome? Option A, plastid and mitochondria. Option B, mitochondria and lysosome. C, plastid and Golgi bodies. D, mitochondria and Golgi bodies. അപ്പൊ ഒന്നാമത്തെ ചോദ്യം സെൽസ് എന്ന ടോപ്പിക്കിൽ നിന്ന്, സൈറ്റോളജി എന്ന വിഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം അപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസ്, അപ്പൊ ന്യൂക്ലിയസിനെ കൂടാതെ സ്വന്തമായിട്ട് DNA ഉള്ള, അതേപോലെ DNAയും റൈബോസോമും ഉള്ള, മനസ്സിലായോ? സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉള്ള സെൽ ഓർഗനൈസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. രണ്ട് സെൽ ഓർഗനൈസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിഡ്, മൈറ്റോകോൺട്രിയ, mitochondria lysosome, plastid and Golgi bodies, mitochondria and Golgi bodies. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിഡ് ആൻഡ് മൈറ്റോകോൺട്രിയ ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. പ്ലാസ്റ്റിഡ് ആൻഡ് മൈറ്റോകോൺട്രിയ. നമുക്കറിയാം എന്താ ഈ സെൽ ഓർഗനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമുക്കറിയാം കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് സെൽസ് എന്ന് പറയുന്നത്. ആ സെൽസിനകത്ത് ഒരുപാട് സെൽ ഓർഗനലൈസ് ഉണ്ട്. ഒരു സെൽ മെംബ്രെയിനകത്ത് ഒരുപാട് സെൽ ഓർഗനലൈസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉൾപ്പെടെ ഒരുപാട് സെൽ ഓർഗനലൈസ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ചിലതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോമൺ ആയിട്ട് വരുന്ന, അതായത് പ്ലാന്റ് സെൽ എടുത്താലും ആനിമൽ സെൽ എടുത്താലും അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സെൽ ഓർഗനലൈസ് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ. കോമൺ സെൽ ഓർഗനലൈസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് കാണുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വാക്യൂൾ, റൈബോസോം, ഗോൾഗി ബോഡീസ്. ഇത്രയാണ് കോമൺ ആയിട്ട് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കാണുന്നത്. ഇതിനകത്ത് പ്ലാന്റ് സെല്ല് മാത്രം എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് പ്ലാസ്റ്റിഡും അതേപോലെ സെൽ വാളും. ആനിമൽ സെല്ല് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് സെൻട്രോസോം ആൻഡ് ലൈസോസോം. സെൻട്രോസോം, രണ്ടാമത്തത് ലൈസോസോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്കറിയാം മൈറ്റോകോൺട്രിയ. ഇതിനകത്ത് ഓരോന്നും എടുത്ത് നമുക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത എന്താ? പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? മൈറ്റോകോൺട്രിയ. അതായത് ഊർജ്ജം നിർമ്മിക്കുന്നതും ഊർജ്ജം സംഭരിക്കുന്നത് എവിടാ? ഈ മൈറ്റോകോൺട്രിയയിലാണ്. മനസ്സിലായോ? മൈറ്റോകോൺട്രിയയുടെ വേറൊരു പ്രത്യേകതയാണ്, മൈറ്റോകോൺട്രിയയിൽ ഈ ഊർജ്ജം സംഭരിക്കുന്ന ഏത് രൂപത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATPയുടെ രൂപത്തിലാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിന്റെ രൂപത്തിലാണ് ഈ ഊർജ്ജത്തെ സംഭരിക്കുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു സെൽ ഓർഗനൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ആണ്. പിന്നീട് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം സ്വന്തമായിട്ട് DNA ആൻഡ് റൈബോസോം. സ്വന്തമായിട്ട് മൈറ്റോകോൺട്രിയക്ക് എന്തുണ്ട്? DNA ഉണ്ട്, ഒരു റൈബോസോമും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എന്തുവാ? സഞ്ചാരപാത, ട്രാൻസ്പോർട്ടേഷൻ പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ സ്കെലിട്ടൺ എന്നറിയപ്പെടുന്നു. ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത്, ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. മനസ്സിലായല്ലോ? ഇപ്പൊ ഷേപ്പ് കൊടുക്കുന്നു, അതുകൊണ്ട് സെൽ സ്കെലിട്ടൺ എന്നറിയപ്പെടുന്നു.
സെൽ സ്കെലിട്ടൺ എന്ന് അറിയപ്പെടുന്നു. പിന്നീട് റൈബോസോം. റൈബോസോം എന്താ? പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് എവിടെ? അത് റൈബോസോമിലാണ്. പിന്നീട് വാക്യൂള് ഓർത്തോണം. വാക്യൂളിനെ പൊതും സംരക്ഷിക്കുന്ന സവിശേഷമായ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. മെംബ്രെയിൻ ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ടോണോപ്ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് വാക്യൂളിന്റെ ജോലി എന്തുവാ? സ്റ്റോഴ്സ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ. സ്റ്റോഴ്സ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ. ക്ലിയർ? ഇനി ഗോൾഗി ബോഡീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഗി ബോഡീസ് എന്താ? പാക്കറ്റുകളാക്കുക. അതായത് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ്, ഇതിനെല്ലാം ചെറിയ പാക്കറ്റുകളിലാക്കി മാറ്റുന്ന പാക്കിംഗ് ഓർഗനിലെ എന്നറിയപ്പെടുന്ന ഒരു സെല്ലിലെ ട്രാഫിക് പോലീസിന്റെ സെൽ എന്നറിയപ്പെടുന്നതാണ് എന്ത്? ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. അപ്പം പാക്കിംഗ് ഓഫ് സെൽ ഹോർമോൺസ്, enzymes, mucus. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും മാത്രമുള്ളതാണ് ഇനി നോക്കുന്നത്. പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള ഏതാ? പ്ലാസ്റ്റിഡ് ആണ് രണ്ടാമത്തത്. പ്ലാസ്റ്റിഡിന് എന്തുണ്ട്? സ്വന്തമായിട്ടൊരു DNA ഉണ്ട്. അതേപോലെ റൈബോസോം ഉണ്ട്. പിന്നെ അറിയാം ജൈവകണം 3 ടൈപ്പ് ഉണ്ടെന്നറിയാം. പ്ലാസ്റ്റിഡ് 3 ടൈപ്പാണ്. ക്ലോറോപ്ലാസ്റ്റ്, ഇത് 3 ടൈപ്പാണ്. ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. അറിയാലോ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറത്തിൽ കാണുന്ന ആഹാരം നിർമ്മിക്കാൻ ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആഹാരം സംഭരിക്കാൻ സഹായിക്കുന്നു. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കും ഒക്കെ എന്ത് കൊടുക്കുന്നു? നിറങ്ങൾ കൊടുക്കുന്നു. അതാണ് എന്ത്? ക്രോമോപ്ലാസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തതാണ് സെൽ വാള്. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നതാണ് സെൽ വാൾ. ഈ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഉള്ളതാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാ? സെല്ലുലോസ് കൊണ്ടാ. സെല്ലുലോസിന്റെ പ്രത്യേകതയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈബേഴ്സിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സെല്ലുലോസ് തന്നെ. ക്ലിയർ? ഇനി ആനിമൽ സെല്ലിൽ മാത്രം കാണുന്നതാണ് എന്തൊക്കെ? ഒന്ന് ലൈസോസൈം. ലൈസോസോം എന്താ? സൂയിസൈഡൽ വാഗ് എന്നറിയപ്പെടുന്നു. അതായത് നമ്മുടെ കോശത്തിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിച്ചു കളയുന്ന ദഹനരസങ്ങൾ അടങ്ങിയ സഞ്ചികളാണ് എന്ത്? ഈ ലൈസോസോം എന്ന് പറയുന്നത്. പിന്നെ സെൻട്രോസോം എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ഓടിച്ചൊന്ന് സെൽ ഓർഗനൈസിനൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. ന്യൂക്ലിയസിനെ കൂടാതെ സ്വന്തമായിട്ട് DNA-യും റൈബോസോമും ഉള്ള ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ? പ്ലാസ്റ്റിഡിനും മൈറ്റോകോൺട്രിയയ്ക്കുമാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ? ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ സബ് യൂണിറ്റ് കോമ്പോസിഷൻ ഓഫ് പ്രോക്യാരിയോട്ടിക് റൈബോസോം? എന്താണ് പ്രോക്യാരിയോട്ടിക് റൈബോസോമിന്റെ സബ് യൂണിറ്റ് കോമ്പോസിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിനു മുമ്പ് അപ്പൊ നമ്മൾ അറിയണം പ്രോക്യാരിയോട്ട് എന്താണെന്ന് അറിയണം. പ്രോക്യാരിയോട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താ പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത്. മനസ്സിലായോ? റെഗുലർ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ് എന്ത്? പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത്. നോ റെഗുലർ ന്യൂക്ലിയസ്. ക്ലിയർ ആണല്ലോ? ഇനി യൂക്യാരിയോട്ട് എന്താ?
യൂക്കാരിയോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെഗുലർ ന്യൂക്ലിയസ്. വിത്ത് റെഗുലർ ന്യൂക്ലിയസ്. ക്ലിയർ ആണല്ലോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ സബ് യൂണിറ്റ് കോമ്പോസിഷൻ ഓഫ് പ്രോക്യാരിയോട്ടിക് റൈബോസോം, യൂക്യാരിയോട്ടിക് റൈബോസോം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞു റൈബോസോം എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം, മാംസ നിർമ്മാണ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നതാണെന്ത് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോമിൽ മറ്റ് സെൽ ഓർഗനൈസിനെ അപേക്ഷിച്ച് രണ്ട് വ്യത്യാസങ്ങളാണ്. മനസ്സിലായോ? എന്തൊക്കെയാണ് ആ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വ്യത്യാസം സാധാരണ മറ്റു സെൽ ഓർഗനൈസ് ഒക്കെ അതിനെ സംരക്ഷിക്കുന്ന ഒരു ആവരണം കാണും, ഒരു മെംബ്രെയിൻ കാണും. മനസ്സിലായോ? അങ്ങനെ ഒരു മെംബ്രെയിൻ എന്തില്ല, റൈബോസോമിന് ഇല്ല. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. റൈബോസോം ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ് വിത്ത് എനി ഓഫ് മെംബ്രെയിൻ. മനസ്സിലായോ? അല്ലെങ്കിൽ ഒൺലി സെൽ ഓർഗനൈ വിച്ച് ഇസ് നോട്ട് കവേർഡ് വിത്ത് മെംബ്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, അത് റൈബോസോമാണ്. രണ്ടാമത്തെ വ്യത്യാസമാണ് നമ്മൾ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടത്. എന്താ, നമ്മൾ സാധാരണ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വാക്യൂള്, ഗോൾഗി ബോഡീസ്, അതേപോലെ സെൻട്രോസോം, അത് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ എല്ലാം യൂക്യാരിയോട്ടിൽ മാത്രം കാണപ്പെടുന്നവയാണ്. മനസ്സിലായോ? ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതെല്ലാം എന്താ യൂക്യാരിയോട്ടിൽ മാത്രം കാണപ്പെടുന്ന സാധനങ്ങളാണ്. എന്നാൽ യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും ഒരേപോലെ കാണുന്ന ഒരു സെൽ ഓർഗനൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈബോസോമാണ്. മനസ്സിലായോ? ഇപ്പൊ റൈബോസോമിന്റെ രണ്ടാമത്തെ വ്യത്യാസമാണെന്ത്, അത് യൂക്യാരിയോട്ടിലും കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോക്യാരിയോട്ടിലും കാണപ്പെടുന്നുണ്ട്. ക്ലിയർ? പ്രോക്യാരിയോട്ടിൽ കാണപ്പെടുന്ന പ്രോക്യാരിയോട്ട് റൈബോസോമിന് ഒരു പേരുണ്ട്, പ്രോക്യാരിയോട്ടിക് റൈബോസോം. റൈബോസോം എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്നത് എന്താ, 70S എന്നാ പേര്. 70S എന്നാ. അതായത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇതിന് രണ്ട് സബ് യൂണിറ്റുകളുണ്ട്. എന്തൊക്കെയാണ് ആ രണ്ട് സബ് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് 50S മറ്റൊന്ന് 30S. അപ്പൊ 30S 50S ആണെന്ത്, പ്രോക്യാരിയോട്ടിക് റൈബോസോമിന്റെ രണ്ട് സബ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70S ആണ്. എസ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്നൊക്കെയാണ് അതിന്റെ ഫുൾ നെയിം. അപ്പൊ പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്ന് പറഞ്ഞാൽ 70S ആണ്. അതിന്റെ രണ്ട് സബ് യൂണിറ്റുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30S 50S ആണ്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ യൂക്യാരിയോട്ട് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പൊ യൂക്യാരിയോട്ടിക് റൈബോസോം, യൂക്യാരിയോട്ടിക് റൈബോസോമിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 80S ആണ്. അതിന്റെ രണ്ട് സബ് യൂണിറ്റുകളാണ് എന്തൊക്കെ, 60S 40S. മനസ്സിലായോ? അതായത് ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് സാധനം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 40S 60S. ഓർത്തിരിക്കുക, ഒരിക്കലും ഈ സബ് യൂണിറ്റുകൾ കൂട്ടിവെച്ച് കിട്ടുന്നതല്ല ഈ യൂക്യാരിയോട്ടിക് റൈബോസോമിന്റെ പേരെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. പ്രോക്യാരിയോട്ടിക് റൈബോസോം 70S യൂക്യാരിയോട്ടിക് റൈബോസോം 80S ആണ്. 70Sന്റെ രണ്ട് സബ് യൂണിറ്റ് ആണ് 30S 50S. 80Sന്റെ രണ്ട് സബ് യൂണിറ്റ് ആണ് 60S 40S എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഇസ് ദ സബ് യൂണിറ്റ് കോമ്പോസിഷൻ ഓഫ് പ്രോക്യാരിയോട്ടിക് റൈബോസോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും പറയാലോ, 50S 30S ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ 60S 40S തന്നിരിക്കുന്ന എന്തിന്റെയാ, 60S 40S തന്നിരിക്കുന്ന എന്തിന്റെയാ, 60S 40S തന്നിരിക്കുന്ന എന്തിന്റെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് യൂക്യാരിയോട്ടിക് റൈബോസോമിന്റെ. യൂക്യാരിയോട്ടിക് റൈബോസോമിന്റെയാണ്. മനസ്സിലായ? 60S 40S എന്നും പറയുന്നത്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, അലൈൻമെന്റ് ഓഫ് ക്രോമോസോം അറ്റ് ദ സെന്റർ ഓഫ് ദ സെൽ അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് വിച്ച് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. Alignment of chromosome at center of the cell at the equatorial plane constitute which stage of mitosis. അപ്പം സെൽ ഡിവിഷൻ എന്ന ടോപ്പിക്കിലെ
സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ഒരു ചോദ്യമാണ്. മനസ്സിലായോ? അലൈൻമെന്റ് ഓഫ് ക്രോമോസോംസ് അറ്റ് ദ സെന്റർ ഓഫ് സെൽ അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് വിത്ത് സ്റ്റേറ്റ് ഓഫ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം മൈറ്റോസിസ് എന്താണ്. നമുക്ക് യൂക്യാരിയോട്ടുകളിൽ നടക്കുന്ന സെൽ ഡിവിഷൻസ് ആണ് ഒന്ന് മൈറ്റോസിസും മറ്റൊന്ന് മിയോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? മൈറ്റോസിസ് എന്താണെന്നറിയാം. നമ്മുടെ ശരീരത്തിലെ നശിച്ച കോശങ്ങളെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കോശങ്ങളെ ഉണ്ടാക്കുക, അതെല്ലാം വരുന്നത് എന്താ? മൈറ്റോസിസ് ആണ്. അതിന് മലയാളമാണ് എന്ത്? ക്രമഭംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? മിയോസിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? അത് റീപ്രൊഡക്റ്റീവ് സെൽസിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട്, അപ്പൊ സ്പേം, ഓവം ഇതിന്റെയൊക്കെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് എന്ത് മിയോസിസ് നടക്കുന്നത്. ക്ലിയർ? ഇനി മൈറ്റോസിസിനകത്ത് തന്നെ ന്യൂക്ലിയർ ഡിവിഷൻ വരുമ്പോൾ, മൈറ്റോസിസിൽ ന്യൂക്ലിയർ ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് 4 സ്റ്റേജിലാണ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നത്. അതാണ് പിമാറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറയുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ക്ലിയർ ആണല്ലോ? പ്രൊഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊഫേസിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് വലക്കണ്ണികൾ പോലെ ചുറ്റുമണഞ്ഞൊക്കെ കിടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അല്ലയോ? അതിനാണ് ക്രൊമാറ്റിൻ റെക്ടിക്കുലം എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിൻ റെക്ടിക്കുലം എന്തായിട്ട് മാറും? അത് ക്രോമോസോമായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ പ്രൊഫേസിൽ ക്രൊമാറ്റിൻ റെക്ടിക്കുലം എന്തായിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമസോമുകളായിട്ട് മാറുന്നു. പക്ഷെ അത് ചിതറിയാ കിടക്കുന്നത്. മനസ്സിലായോ? അതാണ് പ്രൊഫേസിൽ നടക്കുന്നത്. ഇതുകൂടാതെ കുറെ മാറ്റങ്ങളുണ്ട്. അതായത് ന്യൂക്ലിയോലസ് മാഞ്ഞു പോകുന്നുണ്ട്, ന്യൂക്ലിയർ മെമ്പറൈൻ മാഞ്ഞു പോകുന്നുണ്ട്, സെൻട്രോസോംസ് അങ്ങനത്തെ 2 സെൻട്രോളുകൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ധ്രുവങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, പ്രൊഫേസിനകത്ത് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. എന്താ? ക്രൊമാറ്റിൻ റെക്ടിക്കുലം എന്തായിട്ട് മാറുന്നു? ക്രോമസോമായിട്ട് മാറുന്നു. ഏത് സ്റ്റേജില്? പ്രൊഫേസില്. രണ്ടാമത്തേതാണ് മെറ്റാഫേസ്. മെറ്റാഫേസിൽ എന്താ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിതറിക്കിടക്കുന്ന ക്രോമോസോംസ്, ഇറഗുലർ ആയി കിടക്കുന്ന ക്രോമോസോംസ് സെൻട്രലായിട്ട് അലൈൻ ചെയ്യും. മനസ്സിലായോ? ഇറഗുലർ ആയി കിടക്കുന്ന irregular chromosomes align in the center of the cell. സെല്ലിന്റെ സെൻട്രലായിട്ട്. മെറ്റ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ എന്ന അർത്ഥം. അപ്പൊ അത് ഓർത്തോണം. മെറ്റാഫേസിൽ ഇറഗുലർ ആയിട്ട് കാണുന്ന ക്രോമസോംസ് മധ്യഭാഗത്തായിട്ട് അലൈൻ ചെയ്യും. മനസ്സിലായോ? പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോളുകൾ 2 ധ്രുവങ്ങളിൽ എത്തുന്നു. അതിനകത്ത് സ്പിൻഡൽ ഫൈബേഴ്സ് വന്ന് ഈ ക്രോമസോംസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇതൊക്കെയാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. മനസ്സിലായോ? നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? ഇറഗുലർ ആയിട്ട് കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന ക്രോമസോംസ് എന്ത് ചെയ്യും? സെൻട്രലായിട്ട്, സെല്ലിന്റെ സെൻട്രലായിട്ട് ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ, in the center of the cell at equatorial plate. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തേതാണ് എന്ത്? മൂന്നാമത്തെ ഘട്ടമാണ് അനാഫേസ് എന്ന് പറയുന്നത്. അനാഫേസിലാണ് എന്ത് സംഭവിക്കുന്നത്? ഡോട്ടർ ക്രോമസോംസ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അനാഫേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ടർ ക്രോമസോംസ് ഉണ്ടാവുന്നത് എവിടെ വെച്ചാ? ഈ അനാഫേസിലാണ്. മനസ്സിലായോ? അതായത് ക്രോമാറ്റിഡ് 2 ധ്രുവങ്ങളിലേക്ക് പോയി എന്ത് ചെയ്യും? പുതിയ പുത്രിക ക്രോമസോംസുകൾ ആയിട്ട് മാറുന്നു. അപ്പൊ ഡോട്ടർ ക്രോമസോംസ് രൂപം കൊള്ളുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഫേസിലാണ്. ടിലോഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിലോഫേസിൽ എന്താ സംഭവിക്കുന്നത്? ടിലോഫേസിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുത്രിക ക്രോമസോംസ് എന്തായിട്ട് മാറുന്നു? പുത്രിക ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു. അതായത് ഡോട്ടർ ക്രോമസോംസ് എന്തായിട്ട് മാറുന്നു?
ഓക്കെ, ടിലോഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഡോട്ടർ ന്യൂക്ലിയസ് രൂപം കൊള്ളുന്നു. ഡോട്ടർ ന്യൂക്ലിയസ് രൂപം കൊള്ളുന്നു. മനസ്സിലായോ? അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രോമസോംസ് എന്തായിട്ട് മാറും? തിരിച്ച് ക്രോമാറ്റിൻ റെക്ടിക്കുലമായിട്ട് മാറുന്നു. മനസ്സിലായോ? ഇപ്പൊ ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ടീലോഫേസിലാണ് ക്രോമസോംസ് എന്തായിട്ട് മാറുന്നു? ക്രോമാറ്റിൻ റെക്ടിക്കുലമായിട്ട് മാറുന്നു. അതേപോലെ ആദ്യത്തെ ഫേസിൽ മാഞ്ഞു പോയ ന്യൂക്ലിയസ് തിരിച്ചു വരുന്നു, ന്യൂക്ലിയർ മെംബ്രെയിൻ തിരിച്ചു വരുന്നു. ഇപ്പം പ്രൊഫേസിൽ പോയ സാധനങ്ങളെല്ലാം നേരെ തിരിച്ച് എവിടെ വന്നു? ടീലോഫേസിൽ വന്നു. അതുകൊണ്ട് ടീലോഫേസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് ആന്റി പ്രൊഫേസ് സ്റ്റേജ് എന്നറിയപ്പെടും. ആന്റി പ്രൊഫേസ് ഘട്ടം എന്നറിയപ്പെടുന്നത് ടീലോഫേസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. അലൈൻമെന്റ് ഓഫ് ക്രോമസോംസ് ഇൻ ദ സെന്റർ ഓഫ് ദ സെൽ അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് വിച്ച് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്? എവിടെയാണ് നമ്മൾ പറഞ്ഞത്? പ്രൊഫേസിൽ ക്രോമാറ്റിൻ ചലിക ക്രോമസോം ആവുന്നു. മെറ്റാഫേസിൽ, മെറ്റ എന്ന് പറഞ്ഞാൽ മിഡില്, അപ്പം അവിടാണ് എന്ത്? ക്രോമസോംസ് മധ്യഭാഗത്തായിട്ട് അലൈൻ ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? മെറ്റാഫേസ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നാലാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ്? ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ് എന്തൊക്കെയാണ്, എത്രണ്ണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രധാനമായിട്ടും എത്ര ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂസ് ആണുള്ളത്. മനസ്സിലായോ? എത്ര ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂസ് ആണുള്ളത്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. മസ്കുലർ ടിഷ്യൂ ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഒന്നാമത്തത് സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ എന്താ? നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റവുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ. ശരീരത്തിന് പുറമേ കാണുന്നതാണ്. അതിന്റെ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. അതിന്റെ ഷേപ്പ് എന്താ? സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. കുറുകെ എന്തുണ്ട്? കുറുകെ വരകൾ കാണാം. ഇങ്ങനെ വരകൾ കാണാം. അപ്പൊ ഇതെന്താ? സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രയേറ്റഡ് മസിൽ എന്ന് നമുക്ക് പറയാം. സ്ട്രയേറ്റഡ് മസിൽ എന്ന് നമുക്ക് വിളിക്കാം. അതേപോലെ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ പുറമേ കാണുന്ന കയ്യിലൊക്കെ കാണപ്പെടും. നമുക്ക് കൈ നമ്മുടെ ഇഷ്ടത്തിന് ചലിപ്പിക്കാം, കാലിഷ്ടത്തിന് ചലിപ്പിക്കാം. അപ്പൊ അതെന്താ? വോളണ്ടറി മസിൽസ് എന്നും അറിയപ്പെടും. അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതെന്തിന് എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറി മസിൽസിനും എക്സാമ്പിൾ ആണ്, മസിൽസും ആണ്. ക്ലിയർ? ഇനി രണ്ടാമത്തതാണ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ബോഡിയിൽ കുഴല് പോലെ കാണപ്പെടുന്ന, ട്യൂബ് പോലെ കാണപ്പെടുന്ന ഓർഗൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു മസിലാണ് എന്ത്? സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആമാശയത്തിൽ, സ്റ്റൊമക്കിൽ, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, ബ്ലഡ് വെസൽസ്, ഗർഭാശയം, അതെല്ലാം എന്താ? കുഴല് പോലുള്ള അവയവങ്ങളാണ്. ആ തരത്തിലുള്ള കുഴല് പോലുള്ള അവയവങ്ങളിൽ കാണപ്പെടുന്ന ഒരു പേശിയാണ് എന്ത്? മിനുസ പേശി എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയും. ഇതിന്റെ ഷേപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അല്ലെ ചോദിച്ചിട്ടുള്ളത് ചോദ്യം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിലിന്റെ ഷേപ്പ് ആണ്. അതെന്ത് ഷേപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഇതെന്താ? ഇത് സ്പിൻഡിൽ ഷേപ്പ് ആണെന്ന് പറയാം. ക്ലിയർ? ഷേപ്പിന്റെ പേരാണെന്ത്? സ്പിൻഡിൽ ഷേപ്പ്. ഇതിന് പുറകെ വരയില്ല. അപ്പൊ ഇതെന്താ? നോൺ സ്ട്രയേറ്റഡ് ആണ്. അകത്തുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇൻവോളണ്ടറി ആണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തതാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എന്താ? സിലിണ്ടറിക്കൽ ഷേപ്പ് എന്തായിട്ട് മാറുന്നു? ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. സിലിണ്ടറിക്കൽ ഷേപ്പ് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നതാണ് എന്ത്? കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഇപ്പൊ സിലിണ്ടറിക്കൽ ഷേപ്പ് എന്തായിട്ട് മാറുന്നു? ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. ഇതിനും കുറുകെ എന്തുണ്ട്? ഇതിന് കുറുകെ വരകളുണ്ട്. കുറുകെ
എന്തുണ്ട്? വരകളുണ്ട്, കുറുകെ വരകളുണ്ട്. അപ്പൊ ഇതെന്താ? ഇത് സ്ട്രയേറ്റഡ് ആണ്. സ്ട്രയേറ്റഡ് ആണ്. ഹൃദയപേശികൾ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെന്താ? ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി ആണ്. മനസ്സിലായോ? അപ്പൊ എത്ര ടൈപ്പ് മസിൽ ടിഷ്യൂസ് നമ്മൾ പറഞ്ഞ? 3 ടൈപ്പ് ഓഫ് മസ്കുലർ ടിഷ്യൂസ് ആണ്. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. ക്ലിയർ ആണല്ലോ? അപ്പം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. അപ്പൊ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രണ്ണം പറയും? 3 ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂസ് ആണ് ഉള്ളത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്ലാന്റ് ടിഷ്യൂ ഇസ് ഇൻകറക്റ്റ്? അപ്പം തെറ്റായ സ്റ്റേറ്റ്മെന്റ് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഏതാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാന്റ് ടിഷ്യൂ ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ? നമുക്ക് സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിക്കാം. സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സൈലം ആൻഡ് ഫ്ലോയം ആർ കോംപ്ലക്സ് ടിഷ്യൂസ്. മൂന്നാമത്തത്, ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. നാലാമത്തത്, മെറ്റീരിയൽസ് ക്യാൻ മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് ഇൻ സൈലം. മനസ്സിലായോ? അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാന്റ് ടിഷ്യൂ ഇസ് ഇൻകറക്റ്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചൂണ്ടിക്കാണിക്കാനാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം കോംപ്ലക്സ് ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പ്ലാന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നും രണ്ടാമത്തത് പെർമനന്റ് ടിഷ്യൂ എന്നും പറഞ്ഞ് രണ്ടായിട്ട് വേർതിരിക്കുന്നു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വീണ്ടും തിരിക്കുന്നു. എപ്പിക്കൽ ടിഷ്യൂ, ലാറ്ററൽ മെരിസ്റ്റം, അതായത് ഇന്റർകാലറി മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂസ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. സിമ്പിൾ ടിഷ്യൂസ് ആണ് എന്ത്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. മനസ്സിലായോ? കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് എന്തൊക്കെ? സൈലം, ഫ്ലോയം. മനസ്സിലായോ? കോംപ്ലക്സ് ടിഷ്യൂസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെയാ? സൈലം, പിന്നെ ഏതാ? ഫ്ലോയം. മനസ്സിലായോ? സൈലം, ഫ്ലോയം. ക്ലിയർ ആണല്ലോ? സൈലം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് മണ്ണിനകത്തുള്ള ജലവും ലവണവും ഒക്കെ വേര് ഇങ്ങനെ വലിച്ചെടുക്കും. ആ വേരിൽ നിന്നും ഈ ജലവും ലവണത്തെയും സസ്യങ്ങളിലെ അടുക്കളയിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലം ടിഷ്യൂസ് ആണ്. മനസ്സിലായോ? സസ്യങ്ങളിൽ അടുക്കള എന്ന് പറയുന്നത് ആരെയാ? ഇലകളിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് പ്രധാനമായിട്ട് നടക്കുന്ന ഇവിടെ ഇലകളിലാണ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ വേരിൽ നിന്നും വാട്ടറും മിനറൽസും ലീവ്സിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അത് ആരാണ് കൊടുക്കുന്നത്? സൈലമാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ റൂട്ട് ടു ലീവ്സ്, റൂട്ടിൽ നിന്നും ലീവ്സിലേക്ക് വാട്ടർ ആൻഡ് മിനറൽസ് കൊണ്ടുപോകുന്നു. പിന്നെ എന്താ സൈലത്തിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈലത്തിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈക്ക് അല്ലെങ്കിൽ ട്യൂബുലാർ ലൈക്ക് സെൽസ് ആണ്. എലോങ്ങേറ്റഡ് ട്യൂബുലാർ സെൽസ് ആണ് എന്ത്? സൈലം എന്ന് പറയുന്നത്. എങ്ങനെ? എലോങ്ങേറ്റഡ് ട്യൂബുലാർ സെൽസ് ആണെന്ത്? ഈ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സൈലത്തിന്റെ വേറൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, സൈലം എന്താ? നമ്മൾ പറഞ്ഞു റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് യൂണി ഡയറക്ഷണൽ ആണ്. ഒറ്റ ഡയറക്ഷനിൽ മാത്രം സഞ്ചരിക്കുന്ന. ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്സിൽ നിന്ന് ലീവ്സ് ടു ഡിഫറെന്റ് പാർട്സ്.
ഡിഫറെന്റ് പാർട്സ് ആണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇതെന്താ, ഇത് സെല്ലിന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എലോങ്ങേറ്റഡ് ട്യൂബുലാർ സെൽസ് വിത്ത് കണക്ഷൻസ്, മനസ്സിലായോ, വിച്ച് ഇസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇപ്പൊ ഇതിന്റെ സെൽ സ്ട്രക്ചർ എങ്ങനെ, എലോങ്ങേറ്റഡ് tubular cells which is connected to each other. മനസ്സിലായോ? ഇത് 2 ഡയറക്ഷനിൽ പോകുന്നതാണ്, പല ഡയറക്ഷനിൽ പോകുന്നതാണ് എന്ത്, ഈ ഫ്ലോയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വാട്ടർ ആൻഡ് മിനറൽസ്, റൂട്ടിൽ നിന്നുള്ള വാട്ടർ ആൻഡ് മിനറൽസ് ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാ, സൈലമാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, അവിടെ ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. മനസ്സിലായോ? ഇനി സൈലം ആൻഡ് ഫ്ലോയം ആർ കോംപ്ലക്സ് ടിഷ്യൂസ്. അതല്ലേ നമ്മളിവിടെ പറഞ്ഞ കോംപ്ലക്സ് ടിഷ്യൂസിന്റെ കീഴിൽ വരുന്നതാണ് എന്ത്, സൈലവും ഫ്ലോയും. അപ്പൊ അവിടെയും അതും എന്താ, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് ഫ്രം ലീവ്സ് ടു ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് ഫ്രം ലീവ്സ് ടു ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഫ്ലോയത്തിന്റെ ജോലി എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ലീവ്സിൽ നിന്ന് പല ഭാഗത്തേക്ക് ഫുഡ് എത്തിക്കുന്നത് ആരാ, ഫ്ലോയമാ. അപ്പൊ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മെറ്റീരിയൽസ് ക്യാൻ മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് ഇൻ സൈലം. സൈലത്തില് മെറ്റീരിയൽസ് 2 ഡയറക്ഷനിലും പോകുന്നുണ്ട്. ശരിയാണോ? നമ്മൾ എന്താ പറഞ്ഞത്, റൂട്ടിൽ നിന്നും ലീവ്സിലേക്ക് മാത്രമാണ്, യൂണി ഡയറക്ഷനിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ, തെറ്റാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പ്ലാന്റ് ടിഷ്യൂ ഇസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. ദ സെക്സ് ഓഫ് എ പേഴ്സൺ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡാഷ്. ദ സെക്സ് ഓഫ് എ പേഴ്സൺ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡാഷ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ, ദ ക്രോമസോംസ് പ്രസന്റ് ഇൻ ബോത്ത് സ്പേം ആൻഡ് ഓവം ആൻഡ് ഡയറ്ററി ഹാബിറ്റ്സ് ഓഫ് ദ പാരന്റ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ ക്രോമസോംസ് പ്രസന്റ് ഇൻ സ്പേം. മൂന്നാമത്തത് ക്രോമസോംസ് പ്രസന്റ് ഇൻ ഓവം. നാലാമത്തത് ക്രോമസോംസ് പ്രസന്റ് ഇൻ ബോത്ത് സ്പേം ആൻഡ് ഓവം. ക്ലിയർ? ക്ലിയർ ആണല്ലോ? സെക്സ് ക്രോമസോംസ് നമുക്കറിയാം, ഹ്യൂമൻ ബീങ്സിൽ എത്ര ക്രോമസോംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ജോഡി ക്രോമസോംസ് അല്ലെങ്കിൽ 46 എണ്ണമാണ് നമുക്കുള്ളത്, ഇല്ലയോ? 23 പെയർ അല്ലെങ്കിൽ 46 നമ്പേഴ്സ് ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ക്രോമസോമിന്റെ എണ്ണം. ഈ 23 ജോഡി അല്ലെങ്കിൽ 46 എണ്ണത്തിൽ എത്ര ഓട്ടോസോംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 പെയർ എന്താണ്, ഓട്ടോസോംസ് ആണ്. അല്ലെങ്കിൽ 44 എണ്ണം ഓട്ടോസോംസും ആണ്. ബാക്കി 1 ജോഡി അല്ലെങ്കിൽ 2 എണ്ണം ആണെന്ത്, സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് മനസ്സിലായോ? ഈ സെക്സ് ക്രോമസോംസിൽ മെയിലിന്റെ സെക്സ് ക്രോമസോം ആണ് XY എന്നും ഫീമെയിലിന്റെ സെക്സ് ക്രോമസോം ആണ് എന്ത്, XX എന്നും പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, മെയിലിന്റെ XY ക്രോമസോം ആണ്, ഫീമെയിലിന്റെ XX ആണ്. ക്ലിയർ ആണല്ലോ? ഇത് തമ്മിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്താ, മെയിലും സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു എക്സ് ക്രോമസോം കിട്ടാം. അതേപോലെ തന്നെ ഫീമെയിലിനകത്തുള്ള ഒരു എക്സ് ക്രോമസോം കിട്ടാം. അപ്പം ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും, അത് ഫീമെയിൽ ആയിരിക്കും. മനസ്സിലായോ? ഇനി അതല്ല, മെയിലിൽ നിന്നുള്ള Y ക്രോമസോമും
ഫീമെയിലിൽ നിന്നുള്ള എക്സ് ക്രോമസോമുമാണ് കിട്ടുന്നതെങ്കിൽ ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും? മെയിലായിരിക്കും, ആൺകുട്ടിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആരുടെ ക്രോമസോംസ് ആണ്, ആരുടെ സെക്സ് ക്രോമസോംസ് ആണ് ഓസ്പ്രിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ജെൻഡർ ഓഫ് ഓസ്പ്രിങ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താ? അച്ഛന്മാരുടെ ക്രോമസോംസ് ആണ്, അല്ലെങ്കിൽ സ്പേമിൽ അടങ്ങിയിട്ടുള്ള ക്രോമസോംസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം അച്ഛന്മാരുടെ ക്രോമസോമിൽ നിന്നാണ് എന്ത്, ഒരു ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? കാരണം അച്ഛന്റെ ക്രോമസോമിൽ എന്താ? എക്സും വൈയും വരുന്നുണ്ട്. അമ്മയുടെ ക്രോമസോമിൽ എന്താ? എക്സും എക്സും ആണ് വരുന്നത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാ? The sex of a person is determined by the chromosomes present in both sperm and ovum and dietary habits of the parents. ശരിയാണോ? സ്പേമിലെയും ഓവത്തിലെയും ക്രോമസോംസ് ഇതിനകത്ത് എന്തെങ്കിലും പ്ലാൻ തീരുമാനം എടുക്കുന്നുണ്ടോ? അതുപോലെ ഡയറ്ററി ഹാബിറ്റ്സ് വെച്ചിട്ടാണോ അത് നിർണ്ണയിക്കുന്നത്? അല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തേത് ക്രോമസോംസ് പ്രസന്റ് ഇൻ സ്പേം. സ്പേമിൽ അടങ്ങിയ ക്രോമസോംസ് അതാണ് എന്ത്? എക്സ് വൈ എന്ന് പറയുന്നത്. എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓവത്തിനകത്തെ ക്രോമസോം ആണോ? അല്ല. കാരണം അതെന്താ? അത് എക്സും എക്സും തന്നെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തുവാ? ക്രോമസോംസ് പ്രസന്റ് ഇൻ സ്പേം. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, ഹു ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ്? ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓപ്ഷൻസ്: റോബർട്ട് ബ്രൗൺ, ജെയിംസ് വാട്സൺ, ഗ്രിഗർ മെന്റൽ ആൻഡ് ഓപ്ഷൻ ബി റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ഓക്കെ ആണല്ലോ? അപ്പം ആധുനിക ജനിതകത്തിന്റെ മോഡേൺ ജെനറ്റിക്സിന്റെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് ആരാ? അത് ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ്. ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ് ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ റോബർട്ട് ബ്രൗൺ ആരാ? ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് പേരുകളാണ്. റോബർട്ട് ബ്രൗൺ ആരാ? റോബർട്ട് ബ്രൗൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ് എന്ത്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. പിന്നീട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ജെയിംസ് വാട്സൺ. ആരാ? ജെയിംസ് വാട്സണും അതേപോലെ ഫ്രാൻസിസ് ക്രിക്കും. എന്താ? ഡബിൾ ലാഡർ മോഡൽ ഓഫ് DNA കണ്ടെത്തിയത്. എന്താ കണ്ടെത്തിയത്? ലാഡർ മോഡൽ ഓഫ് DNA കണ്ടെത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഡർ മോഡൽ ഓഫ് DNA കണ്ടെത്തിയത് ആരാ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കെർക്കും കൂടി ചേർന്നാണ് കണ്ടെത്തിയത്. ക്ലിയർ ആണല്ലോ? പിന്നെ ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ് ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് എന്താ DNA സ്ട്രക്ചർ ഒക്കെ ആദ്യമായി കണ്ടെത്തിയ വ്യക്തികളിൽ പറയപ്പെടുന്ന ഒരാളാണ് എന്ത്? ഈ റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ട്രക്ചർ ഓഫ് DNA ഒക്കെ കണ്ടെത്തിയ വ്യക്തികളിൽ നമ്മൾ പറയുന്ന ഒരു പേര് കൂടിയാണ് എന്ത്? റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ? അത് വേറൊരു പേരാണെന്ത്? വില്യം ബേറ്റ്സൺ. വില്യം ബേറ്റ്സൺ. സോറി, ഓക്കെ, വില്യം ബേറ്റ്സൺ. വില്യം ബേറ്റ്സൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്സ് എന്ന ടേം കോയിൻ ചെയ്തത്. ജെനറ്റിക്സ് ടേം കോയിൻ ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ബേറ്റ്സൺ ആണ്. വില്യം ജൊഹാൻസൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വില്യം ജൊഹാൻസൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ? വില്യം ജൊഹാൻസൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ എന്ന ടേം കോയിൻ ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വില്യം ജൊഹാൻസൺ ആണ്. വില്യം ജൊഹാൻസൺ ആണ്. മനസ്സിലായോ? പിന്നീട് നമുക്ക് പിന്നീട് ഒരു ഹ്യൂഗോ ഡേവറസ്. ഹ്യൂഗോ ഡേവറസ്. ഹ്യൂഗോ ഡേവറസ് ആരാ?
ഹ്യൂഗോ ഡെവറിസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ കണ്ടെത്തിയ വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂഗോ ഡെവറിസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇയാൻ വിൽമുട്ട് എന്താ ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ ഇയാൻ വെൽമുട്ടാണ്. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് ഈ ജനറ്റിക്സ് എന്ന ടോപ്പിക്കിനകത്ത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കുറച്ച് പേരുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ക്ലിയർ? അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം. What genetic disorder is characterized by presence of 45 autosomes instead of 44 autosomes causing mental retardation and protruded eyes? അപ്പോൾ ചോദ്യം എന്താ? What genetic disorder is characterized by presence of 45 autosomes instead of 44 autosomes causing mental retardation and protruded eyes? മനസ്സിലായോ? നമുക്കറിയാം, നമുക്ക് 23 നേരത്തെ പറഞ്ഞ പോലെ 46 ക്രോമസോംസ് ആണുള്ളത്. ഈ 46 ക്രോമസോംസിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസും ആണ് നമുക്ക് ഉള്ളത്. മനസ്സിലായല്ലോ? ഇതാണ് നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരം ജനറ്റിക് ഡിസോർഡർ ആണ് 44 ഓട്ടോസോംസിന് പകരം 45 ഓട്ടോസോംസ് ഉണ്ടാകുന്ന ആ ജനറ്റിക് ഡിസോർഡർ ഏതാണെന്നാണ് ചോദ്യം. മനസ്സിലായോ? അതാണ് ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 44 ഓട്ടോസോംസിന് പകരം 45 ഓട്ടോസോംസ് വരുന്നതാണ് എന്ത്? ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ജനറ്റിക് ഡിസോർഡറുകളൊക്കെ ഒന്ന് ഓർത്തോണം. ഡൗൺ സിൻഡ്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 45 autosomes instead of 44 autosomes. ക്ലിയർ ആണല്ലോ? പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. അടുത്താണ് എന്ത്? ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസ്, നമുക്കറിയാം മെയിൽസിന്റെ ക്രോമസോംസ് എന്താ? മെയിൽസിന്റെ സെക്സ് ക്രോമസോം ആണ് എന്ത്? എക്സും വൈയും. മെയിൽസിന്റെ സെക്സ് ക്രോമസോം ആണ് എക്സും വൈയും എന്ന് പറയുന്നത്. എക്സും വൈയും. മനസ്സിലായോ? ഈ മെയിൽ സെക്സ് ക്രോമസോമിനകത്ത് ഒരു അഡീഷണൽ എക്സ് ക്രോമസോമും കൂടെ വരും. എന്താ? അഡീഷണൽ എക്സ് ക്രോമസോം ഇൻ മെയിൽ. മനസ്സിലായോ? അതായത് എക്സ് വൈക്ക് പകരം എന്താ വരുന്നത്? എക്സ് വൈ വരും. അതാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറയുന്ന മെയിൽ ക്രോമസോമിന് പകരം ഒരു അഡീഷണൽ എക്സ് ക്രോമസോമും കൂടെ വരും. അഡീഷണൽ എക്സ് ക്രോമസോം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ക്രോമസോം ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഫീമെയിൽ സെക്സ് ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സ് ക്രോമസോം എന്ന് പറയുന്നത്. എക്സ് വൈ എന്നാണ്. അപ്പൊ അവിടെ എന്താ? കുറച്ച് ഫെമിനൈൻ ഡെവലപ്മെന്റ് അവരിൽ കാണപ്പെടും. ഇപ്പൊ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് പോലുള്ള ഫെമിനൈൻ ഡെവലപ്മെന്റ് അവരിൽ കാണപ്പെടും. അതാണ് എന്ത്? അതായത് ഫെമിനൈൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി സപ്രസ് ആവത്തില്ല, ഇല്ലാതാവത്തില്ല. ചെറിയ രീതിയിലുള്ള ഫെമിനൈൻ ഡെവലപ്മെന്റ് അവരിൽ കാണിക്കും. അവരുടെ മസ്കുലിൻ ഡെവലപ്മെന്റിനോടൊപ്പം ഫെമിനൈൻ ഡെവലപ്മെന്റും അതിനകത്ത് കാണിക്കും. മനസ്സിലായോ? അതാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേണർ സിൻഡ്രോം എന്താ? ഫീമെയിൽ സെക്സ് ക്രോമസോമിനകത്ത് ഒരു എക്സ് ക്രോമസോം ആബ്സെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഫീമെയിലിന്റെ സെക്സ് ക്രോമസോം എന്താ? എക്സും ആണ്. മനസ്സിലായോ? ആബ്സെൻസ് ഓഫ് 1 എക്സ് ക്രോമസോംസ് ഇൻ ഫീമെയിൽ. അതാണ് എന്ത്? ടേണർ സിൻഡ്രോം. ആബ്സെൻസ് ഓഫ് 1 എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ. മനസ്സിലായോ? അപ്പം എക്സിന് പകരം എന്തായിരിക്കും? ഒരു ക്രോമസോം ആബ്സെന്റ് ആയിരിക്കും. അതാണ് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? അരിവാൾ രോഗം. അതായത് നമ്മുടെ RBC ഡിസ്ക് ആകൃതിയിൽ അടിക്കുന്ന RBC എന്തായിട്ട് മാറും? സിക്കിൾ ആയിട്ട് മാറും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ RBCയുടെ ഹീമോഗ്ലോബിന്റെ ജീനിന് തകരാറ് സംഭവിക്കുമ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡിന്റെ ക്രമീകരണത്തിൽ വ്യത്യാസപ്പെടുകയും ആ RBCകളുടെ
ഡിസ്ക് ഷേപ്പിലുള്ള RBC എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്ഡ് ആയിട്ട് മാറും. മനസ്സിലായോ? അതുമൂലം അതെല്ലാം ബ്ലഡ് വെസൽസിൽ അക്യുമുലേറ്റ് ചെയ്ത് ബ്ലഡ് ഫ്ലോനെ തടസ്സപ്പെടുത്തും. ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്താൻ എന്ത് പറ്റും? ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കാതെയാവും. അതാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ എട്ടാമത്തെ ചോദ്യം, വാട്ട് ജനറ്റിക് ഡിസോർഡർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് 45 ഓട്ടോസോംസ് ഇൻസ്റ്റെഡ് ഓഫ് 44 ഓട്ടോസോംസ് കോസിംഗ് മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് പ്രൊട്രൂഡഡ് ഐസ്? അതിന്റെ ഉത്തരം എന്തുവാ? ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം ആണ്. മനസ്സിലായല്ലോ? Which of the following is not included in Five Kingdom classification propounded by R.H. Whittaker? R.H. Whittaker നടത്തിയിട്ടുള്ള ഒരു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടാത്ത വിഭാഗം ആരാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഹാബിറ്റാറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. പിന്നീട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് നടത്തി? കാൾ ലിനേസ് നടത്തി. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് നടത്തി? കാൾ ലിനേസ് നടത്തി. മനസ്സിലായോ? പിന്നീട് വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എന്താ? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അത് 1969 R.H. Whittaker ആണ് എന്ത് ചെയ്യുന്നത്? R.H. Whittaker ആണ് ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആള് കിങ്ഡം മൊണീറ, രണ്ടാമത്തത് പ്രൊട്ടിസ്റ്റ, മൂന്നാമത്തത് ഫഞ്ചൈ, നാലാമത്തത് പ്ലാന്റേ, അഞ്ചാമത്തത് അനിമേലിയ. മനസ്സിലായോ? കിങ്ഡം മൊണീറയ്ക്ക് വരുന്ന ആരാ? യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്. മനസ്സിലായോ? യൂണിസെല്ലുലാർ വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ് എന്ത്? കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്താ? യൂണിസെല്ലുലാർ വിത്ത് ന്യൂക്ലിയസ്. ആണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഫഞ്ചൈ എന്താ? നോൺ മോട്ടൈൽ ഹെട്രോട്രോപിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അതാണ് എന്ത്? കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ വരുന്നതാണ് പ്ലാന്റേക്കകത്ത് എന്താ? പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മോട്ടൈൽ ഓട്ടോട്രോപിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇനി അനിമേലി എന്താ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടൈൽ ഹെട്രോട്രോപിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇതാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നീട് വന്നതാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതാരാ? കാൾ വൂസ്. അതായത് ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് കിങ്ഡം മൊണീറനെ സ്പ്ലിറ്റ് ചെയ്യും. കാരണം എന്താ? ആ കിങ്ഡം മൊണീറയ്ക്കകത്ത് നമുക്കറിയാം ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. ആ ബാക്ടീരിയക്കകത്ത് ആർക്കേ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അത് ഫിസിക്കൽ വൈസ് ആയാലും അതിന്റെ സ്ട്രക്ചറൽ വൈസ് ആയാലും ഫങ്ഷണൽ വൈസ് ആയാലും എന്താ ബാക്കിയുള്ള ബാക്ടീരിയസിനെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യസ്തത കാണിച്ച ഒരു ബാക്ടീരിയ ആണെന്ത്? ആർക്കേ ബാക്ടീരിയ. അതുകൊണ്ട് കാൾവൂസ് എന്ത് ചെയ്ത് ഈ ആർക്കേ ബാക്ടീരിയനെ അതിനെ എടുത്ത് മാറ്റി. അതായത് മൊണീറനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത്
കിങ്ഡം ആർക്കി എന്നും കിങ്ഡം ബാക്ടീരിയ എന്നും രണ്ട് കിങ്ഡം ആക്കി മാറ്റി. അങ്ങനെ മൊത്തം ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? അത് കാൾ വൂസ് ആണ്. കാൾ വൂസ് ആണ്. മനസ്സിലായോ? പിന്നീട് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണസ്റ്റ് ഹെയ്ക്കൽ. ഏണസ്റ്റ് ഹെയ്ക്കൽ. മനസ്സിലായോ? ഈ ത്രീ കിങ്ഡത്തിനകത്ത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ പ്ലാന്റ്, അനിമേലിയ. അനിമേലിയ. ഓക്കെ. ഇനി ഇത് കൂടാതെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കിങ്ഡം ആരാ? ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. ഇതിനകത്ത് ആരൊക്കെയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 കിങ്ഡമിൽ വരുന്ന ആരൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറയുണ്ട്, മൊണീറ, പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്, അനിമേലിയ. മനസ്സിലായോ? അപ്പൊ ഇത് ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചോണം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോണ്ടഡ് ബൈ RH വിറ്റാക്കർ. നോക്കിയേ, RH വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെ വരുന്നുണ്ട്? കിങ്ഡം മൊണീറ വരുന്നുണ്ട്, പ്രൊട്ടിസ്റ്റ വരുന്നുണ്ട്, ഫഞ്ചൈ വരുന്നുണ്ട്, പ്ലാന്റ് വരുന്നുണ്ട്, അനിമേലിയ വരുന്നുണ്ട്. ഓപ്ഷനിൽ എന്തൊക്കെ കൊടുത്തേക്കുന്നത്? അനിമേലിയ ഉണ്ട്, പ്രൊട്ടിസ്റ്റ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, പ്രോട്ടോസോവ എന്ന് പറഞ്ഞുണ്ടോ? ഇല്ല. പ്രോട്ടോസോവ എന്ന് പറഞ്ഞ ഇല്ല. മനസ്സിലായോ? പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. പ്രോട്ടോസോവകൾ അടങ്ങിയിട്ടുള്ള ആൾക്കാർ വരുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടിസ്റ്റയില. ഇപ്പൊ പ്രോട്ടോസോവയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഈ അമീബ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം വരുന്നത് എവിടാ? അത് പ്രൊട്ടിസ്റ്റയിലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത വിഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം പ്രോട്ടോസോവയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. ക്ലിയർ ആണല്ലോ? അതിന്റെ പത്താമത്തെ ചോദ്യം അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ലിനിയൻ ഹൈറാർക്കി. ലിനിയൻ ഹൈറാർക്കിയിലെ ഹൈറാർക്കിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? ലിനിയൻ ഹൈറാർക്കി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ. കാൾ ലിനേസിന്റെ ബയോളജിക്കൽ ഹൈറാർക്കി ഏതാന്ന് നോക്കാം. ബയോളജിക്കൽ. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് കിങ്ഡം ആണ്. ആദ്യം വരുന്നത് കിങ്ഡം ആണ്. പിന്നീട് വരുന്നതാണ് ഫൈലം, ഫൈലം, പിന്നെ ക്ലാസ്, പിന്നെ വരുന്ന ആരാ? ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണ് കാൾ ലിനേഴ്സിന്റെ ഹൈറാർക്കി, ബയോളജിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിനകത്ത് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഷീസ് എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാ? ജോൺ റേ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജോൺ റേ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ഈ ഓർഡർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ നോക്കിയേ. കിങ്ഡം, ഫൈലം, ക്ലാസ്. കിങ്ഡം, ഫൈലം, ആദ്യത്തേതാണ് കിങ്ഡം ഫാമിലി അല്ല, കിങ്ഡം ഫാമിലി അല്ല, കിങ്ഡം ഫൈലമാണ് വരുന്നത്. ഒന്നാമത്തെ തെറ്റാ. രണ്ടാമത്തെ കിങ്ഡം ഓർഡർ തെറ്റാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇവിടെ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഇനി നോക്കണ്ടല്ലോ. ഡി ഇനി നോക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പൊ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം. വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് ബൈൽ സാൾട്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ്? വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് ബൈൽ സാൾട്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫുഡ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, they break up big fat globules into small globules. They activate lipases to begin digestion of proteins. They digest fat globules to release fatty acid. They contain all fat digestive enzyme called lipases. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ബൈൽ സാൾട്ട് ഡൈജഷൻ ഓഫ് ഫുഡിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. നമുക്കറിയാം ഈ ബൈൽ സാൾട്സ് എവിടുന്ന ഉണ്ടാവുന്നത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണെന്ത്? ഡൈജസ്റ്റീവ് ജ്യൂസ് ഓഫ് ലിവർ. ഡൈജസ്റ്റീവ് ജ്യൂസ് ഓഫ് ലിവർ ആണെന്ത്? ബൈൽ സാൾട്ട് എന്നൊക്കെ പറയുന്നത്, ബൈൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ബൈല് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈലിനകത്ത് എൻസൈംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻസൈംസ് ഇല്ല. കരള് എന്തുൽപാദിപ്പിക്കുന്നില്ല? എൻസൈംസ് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ലിവറിന് എന്തില്ല? നോ എൻസൈംസ്. അപ്പൊ ഈ ഡൈജഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത് ബൈലാണ്. ബൈൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ഫാറ്റ് മോളിക്യൂൾസിനെ converts large fat molecules into smaller one. അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന രണ്ടാമത്തെ ജോലിയാണ് അസിഡിക് നേച്ചർ ഓഫ് ഫുഡ്. Food is converted into basic nature. മനസ്സിലായോ? ഇതാണ് ബൈൽ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ബൈൽ ചെയ്യുന്ന കൺവേർട്സ് ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻറ്റു സ്മോളർ ഫാറ്റ് മോളിക്യൂൾസ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ എന്ന്. എമൾസിഫിക്കേഷൻ. ഇപ്പൊ എമൾസിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻറ്റു സ്മോളർ വൺസ്. ഇതാണ് എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് small fat molecules, large fat molecules into smaller one. ഇതാണ് എന്ത്? എമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയേ. ദേ ബ്രേക്ക് അപ്പ് ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻറ്റു സ്മോൾ ഗ്ലോബ്യൂൾസ്. അപ്പൊ ബൈൽ സാൾട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ബ്രേക്ക് അപ്പ് വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറുതാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുന്നത്? ബൈൽ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇവിടെ ശരിയാണ്. മനസ്സിലായോ? രണ്ടാമത്തെ നോക്കിയേ. ദേ ആക്ടിവേറ്റ് ലിപ്പേസസ് ടു ബിഗിൻ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ്. ലിപ്പേസുകളാണോ പ്രോട്ടീന്റെ ഡൈജഷന് സഹായിക്കുന്നത്? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അമിലേസ് എന്നാണെങ്കിൽ എവിടെയെങ്കിലും അമിലേസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റാർച്ചിനെ വിഘടിപ്പിക്കുമെന്നും എവിടെയെങ്കിലും ലിപ്പേസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫാറ്റിനെ വിഘടിപ്പിക്കുമെന്നും. ഇനി കണ്ടാൽ മനസ്സിലാകാത്ത പേരാണെങ്കിൽ, കണ്ടാലോ കേട്ടാലോ മനസ്സിലാകാത്ത പേരാണെങ്കിൽ പേരാണെങ്കിൽ അതാരെയായിരിക്കും? പ്രോട്ടീനെ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കുന്ന 3 നിയമങ്ങൾ. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള 3 നിയമങ്ങളാണെന്ത്? അമിലേസ് ആണെങ്കിൽ സ്റ്റാർച്ച്, ലിപ്പേസ് ആണെങ്കിൽ ഫാറ്റ്, കണ്ടാലോ കേട്ടാലോ മനസ്സിലാകാത്ത ഒരു പേരാണെങ്കിൽ അതെപ്പോഴും പ്രോട്ടീനെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ലിപ്പേസ് എന്താ? ഫാറ്റിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. They digest fat globules to release fatty acid. അല്ല, ബൈല് ഫാറ്റി ആസിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്ന? ബൈല് വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറുതാക്കി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫാറ്റി ആസിഡിലേക്ക് അത് മാറ്റപ്പെടുന്നില്ല.
മനസ്സിലായോ? ദേ കണ്ടെയ്ൻ ഓൾ ഫാറ്റ് ഡൈജസ്റ്റീവ് എൻസൈം കോൾഡ് ലിപ്പേസസ്. അതും എന്താ? തെറ്റാണ്. ക്ലിയർ ആണല്ലോ? കാരണം നമ്മൾ പറഞ്ഞു എന്താ, ലിവറിനകത്ത് എന്തില്ല? നോ എൻസൈം. അവർക്ക് എന്തില്ല? അവർക്ക് എൻസൈം ഇല്ല. ക്ലിയർ ആണല്ലോ? 11ാമത്തെ ചോദ്യം മനസ്സിലായോ? 11ാമത്തെ ചോദ്യം ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് 12ാമത്തെ ചോദ്യം. ദ നോർമൽ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഇൻ ഹ്യൂമൻ ഈസ് റെസ്പെക്റ്റീവ്ലി. ഒരു മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള സിസ്റ്റോളിക് പ്രഷർ എന്താണ്, ഡയസ്റ്റോളിക് പ്രഷർ എന്താണ്, അത് ഓർഡറിൽ ഒന്ന് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ രീതിയിൽ എഴുതുന്ന പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് സിസ്റ്റോളിക് പ്രഷർ, എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റോൾ എന്താ? കോൺട്രാക്ഷൻ ഓഫ് മസിൽ. മസിൽ കോൺട്രാക്ഷൻ ആണ് എന്ത്? സിസ്റ്റോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? റിലാക്സേഷൻ ആണ് എന്ത്? മസിൽ റിലാക്സ് ചെയ്യുമ്പോഴാണ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഡയസ്റ്റോൾ എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും കൂടെ ചേരുന്നതാണ് എന്ത്? ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് ഈ ഹാർട്ട് ബീറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആർട്ടറീസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പേശികൾ ഹൃദയാറകൾ സങ്കോചിക്കുമ്പോൾ ധമനിഭിത്തിയിൽ ഉണ്ടാകുന്ന പ്രഷർ ആണ് എന്ത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? when heart muscles are അല്ലെങ്കിൽ when cardiac muscles contract, the pressure experienced in the arteries is called ആണെന്ത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കോൺട്രാക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ ഡ്യൂ ടു കോൺട്രാക്ഷൻ ഓഫ് കാർഡിയാക് മസിൽസ്, അത് എന്താ? പ്രഷർ ഡ്യൂ ടു കോൺട്രാക്ഷൻ ഓഫ് കാർഡിയാക് മസിൽ, അതാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതെത്ര? 120 mmHg ആണ്. മനസ്സിലായോ? ഇനി പ്രഷർ ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് കാർഡിയാക് മസിൽസ്, അതാണ് ഡയസ്റ്റോളിക് പ്രഷർ. അതെത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 80 mmHg ആണ്. ക്ലിയർ ആണല്ലോ? 80 mmHg ആണ്. ഓക്കെ. ഇനി ഒരു മനുഷ്യന്റെ സാധാരണ നോർമൽ ബ്ലഡ് പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എഴുതും, പിന്നെ ഡയസ്റ്റോളിക് പ്രഷർ എഴുതും. മനസ്സിലായോ? ഇതാണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി സാധാരണ ബ്ലഡ് പ്രഷറിനെക്കാട്ടിലും ബ്ലഡ് പ്രഷർ കൂടുവാണെങ്കിൽ ഒരു 140/90 മുകളിൽ പോകുവാണെങ്കിൽ അതാണ് എന്ത്? ഹൈപ്പർ ടെൻഷൻ. ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എഴുതാലോ. ദ നോർമൽ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഇൻ ഹ്യൂമൻ ഈസ് ഡാഷ് റെസ്പെക്റ്റീവ്ലി. മനസ്സിലായോ? നോർമൽ സിസ്റ്റോളിക് പ്രഷർ എന്താ? 120 mmHg. ഡയസ്റ്റോളിക് എന്താ? 80 mmHg. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ? ഓപ്ഷൻ ബി 120 ആൻഡ് 80 mmHg ആണ്. അതുകൊണ്ട് ഇവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, 80/120 കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? നോർമൽ ബ്ലഡ് പ്രഷർ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഓരോ ഓപ്ഷനിൽ 80/120 രണ്ടാമത്തെ ഓപ്ഷനിൽ 120/80 കാണും. അപ്പൊ അവിടെ എന്തൊരു ഉത്തരം? 120/80 ആണ് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി 13ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. ഓക്കെ. രണ്ടാമത്തത്, ഇൻ ദ മൈറ്റോകോൺട്രിയ അസിറ്റിക് ആസിഡ് ഈസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിംഗ് ഓക്സിജൻ. ഇൻ ദ മൈറ്റോകോൺട്രിയ അസിറ്റിക് ആസിഡ് ഈസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിംഗ് ഓക്സിജൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പൈറവിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓക്സിജൻ ഈസ് നോട്ട് നെസസറി ഫോർ ദ ഫെർമെന്റേഷൻ പ്രോസസ്.
ക്ലിയർ ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യമേ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് നോക്കാം. മനസ്സിലായോ? സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ ഒന്നുമില്ല, നമ്മുടെ അകത്ത് വെച്ച് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് സ്റ്റേജിലാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈക്കോളിസിസ്. ഒന്നാമത്തെ സ്റ്റേജ് എന്താ? ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു. സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറും? പൈറുവിക് ആസിഡായിട്ട് മാറും. പൈറുവിക് ആസിഡായിട്ട് മാറും. എങ്ങനെ? സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അഭാവത്തിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആവും. ഇതിനകത്ത് ചില പൈറുവിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് 2 ATP തരും. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്താ? അതെവിടെ വെച്ച് നടക്കുന്നു എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയൽ വെച്ച് നടക്കുന്നു. മൈറ്റോകോൺട്രിയൽ വെച്ച് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നേരത്തെ ഉണ്ടായ പൈറുവിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് 28 ATP പ്ലസ് ജലം പ്ലസ് കാർബൺ ഡയോക്സൈഡ് കിട്ടും. മനസ്സിലായോ? അങ്ങനെ മൊത്തം ഒരു സെല്ലുലാർ റെസ്പിറേഷനിൽ നമുക്ക് 30 ATP പ്ലസ് ജലം പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോ. സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. അല്ലയോ? കണ്ട് സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അഭാവത്തിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുന്നു. എവിടെ? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഗ്ലൈക്കോളിസിസിൽ വെച്ച്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. ഇത് മൈറ്റോകോൺട്രിയ. അസറ്റിക് ആസിഡ് ഇസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിങ് ഓക്സിജൻ. ആണോ? മൈറ്റോകോൺട്രിയയില് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പൈറുവിക് ആസിഡിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആരെയാ ബ്രേക്ക് ചെയ്യുന്നത്? പൈറുവിക് ആസിഡിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റൻസ് ഇവിടെ തെറ്റാണ്. എന്താ? മൈറ്റോകോൺട്രിയ അസറ്റിക് ആസിഡ് ഇസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിങ് ഓക്സിജൻ അല്ല. എന്താ? പൈറുവിക് ആസിഡ് ഇസ് ബ്രോക്കൺ ഡൗൺ യൂട്ടിലൈസിങ് ഓക്സിജൻ എന്നാണ്. ക്ലിയർ? ഇനി മൂന്നാമത്തേത് എന്താ? പൈറുവിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ. ശരിയാണ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്താണ് എന്ത്? ഫസ്റ്റ് സ്റ്റേജിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നത്. നാലാമത്തെ ഓപ്ഷൻ ഓക്സിജൻ ഈസ് നോട്ട് നെസസറി ഫോർ ദ ഫെർമെന്റേഷൻ പ്രോസസ്. ഫെർമെന്റേഷൻ പ്രോസസ്സിന് ആവശ്യമില്ലാത്തൊരു സാധനമാണെന്ത്? ഓക്സിജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫെർമെന്റേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ എന്താ? ഇൻ അനൈറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് അനൈറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഗ്ലൈക്കോളിസിസിൽ നടക്കുന്ന പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ. മനസ്സിലായോ? ഫെർമെന്റേഷനിൽ ഓക്സിജൻ ആണോ? വേണ്ട. അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്സിജൻ ഇല്ലാതെയുള്ള റെസ്പിറേഷൻ ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണ് ആൻസർ. ക്ലിയർ? അടുത്ത 14ാമത്തെ ചോദ്യം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൽവിയോളെ? ആൽവിയോളയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു എയ്ഡ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്, ടു പ്യൂരിഫൈ ബ്ലഡ്, ടു ഹെൽപ്പ് ഡൈജസ്റ്റ് ഫുഡ്, ടു പ്രൊവൈഡ് എ സർഫസ് വെയർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്സ് പ്ലേസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം അതിനുമുമ്പ് ആൽവിയോളെ എന്താണെന്ന് അറിയാം.
ആൽവിയോള എന്താ? ആൽവിയോള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ് ആണ്. ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ് ആണെന്ത് ഈ ആൽവിയോള എന്ന് പറയുന്നത്. ആൽവിയോളയുടെ ജോലിയാണെന്ത്? ടു ഇൻക്രീസ് ടു പ്രൊവൈഡ് സർഫസ് ഏരിയ ടു ദ ലങ്സ്. മനസ്സിലായോ? പ്രൊവൈഡ് സർഫസ് ഏരിയ, പ്രൊവൈഡ് സർഫസ് ഏരിയ കൊടുക്കുന്നു. പിന്നെന്താ? ആൽവിയോളയിൽ വെച്ചാണ് എന്ത്? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന എവിടെ? ആൽവിയോളയിലാണ്. മനസ്സിലായോ? ഈ ചോദ്യം കൂടെ നോക്കിയേ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആൽവിയോള ചോദിച്ചു കഴിഞ്ഞാൽ ടു എയ്ഡ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ആണോ? അല്ല. അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഒക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് സ്മോൾ ഇൻഡസ്റ്റൈനിലൊക്കെ നടക്കുന്ന കാര്യമാണ്. രണ്ടാമത് ടു പ്യൂരിഫൈ ബ്ലഡ്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഏതാ? നമുക്ക് ഓക്സിജനെ മാറ്റി കാർബൺ ഡൈ ഓക്സൈഡിനെ കയറ്റാൻ വേണ്ടിയിട്ട് സർക്കുലേഷൻ നടത്തുന്നതിലൂടെ ലങ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി നമ്മുടെ കിഡ്നീസ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആരുടെ ജോലിയാണ്? വേറെ ആൾക്കാരുടെ ജോലിയാണ്. ടു ഹെൽപ്പ് ഡൈജസ്റ്റ് ഫുഡ്. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻസൈംസുകൾ കാണപ്പെടുന്നുണ്ട്. അതുമല്ല ആൽവിയോളയുടെ ജോലി. ആൽവിയോളയുടെ ജോലി എന്താ? ടു പ്രൊവൈഡ് എ സർഫസ് വെയർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്സ് പ്ലേസ്. ക്ലിയർ ആണല്ലോ? അടുത്ത 15ാമത്തെ ചോദ്യം. ഡാഷ് കൺവേർട്സ് അമോണിയ ദാറ്റ് ഇസ് ടോക്സിക് ഇൻ ടു യൂറിയ ഇൻ ഹ്യൂമൻസ്. ഓക്കെ, അപ്പം ഈ കൂട്ടത്തിൽ ഏതോ ഒരാളാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമോണിയനെ യൂറിയാക്കി മാറ്റുന്നത്. മനസ്സിലായോ? യൂറിയാക്കി മാറ്റുന്നത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ഡൈജസ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറ്റും? അമിനോ ആസിഡാക്കി മാറ്റും. അമിനോ ആസിഡ് ആക്കി മാറ്റും. ഈ അമിനോ ആസിഡിനകത്ത് ചിലത് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അമോണിയ ഉണ്ടാകും. അമോണിയ ഉണ്ടാകും. മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? അമോണിയ ഉണ്ടാകും. നമുക്ക് ഈ അമോണിയ എന്താ? നമ്മുടെ ശരീരത്തിലുള്ള വിഷവസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയനെ നീക്കം നമുക്ക് എടുത്തു കളയണം. പക്ഷെ നമുക്ക് പറ്റുമോ? ഇല്ല. ജനറൽ കേസുകളിൽ ഈ വൃക്ക പ്രധാന വിസർജനാവയവമായിട്ടുള്ള ജൈവികളിൽ ഈ അമോണിയ ഒരു പ്രധാന വിസർജന വസ്തുവായിട്ട് കണക്കാക്കാറില്ല, അല്ലെങ്കിൽ അമോണിയനെ നീക്കം ചെയ്യാറില്ല. ജനറൽ കേസുകൾ എക്സെപ്ഷൻ ആണ്. ഇപ്പം മത്സ്യത്തിനകത്ത് വൃക്കയാണ് പ്രധാന വിസർജന അവയവം. അവരുടെ പ്രധാന വിസർജന വസ്തു വെച്ച് കഴിഞ്ഞാൽ അമോണിയാണ്. മനസ്സിലായോ? പൊതുവെ ജനറലി നമ്മൾ പറയുമ്പോൾ വൃക്ക ഉള്ളവർക്ക് എന്തില്ല? അമോണിയ നീക്കം ചെയ്യത്തില്ല. പകരം അത് വേറെ രൂപത്തിലാകും. നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമോണിയ നേരെ എങ്ങോട്ടേക്ക് പോകും? നേരെ അത് കരളിലോട്ട് പോകും. ലിവറിൽ വെച്ച് ഇതെന്ത് ചെയ്യും? അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർത്ത് എന്തായിട്ട് മാറും? യൂറിയ ആയിട്ട് മാറും. നൈട്രജൻ കോമ്പൗണ്ട് ആയിട്ടുള്ള യൂറിയ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? അപ്പൊ യൂറിയ നിർമ്മിക്കുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറിലാണ് യൂറിയ നിർമ്മിക്കുന്നത്. അപ്പൊ ഡാഷ് കൺവേർട്സ് അമോണിയ ഇൻടു യൂറിയ ഇൻ ഹ്യൂമൻസ്. ആരാ? ലിവർ ആണ് എന്ത് ചെയ്യുന്നത്? അമോണിയനെ യൂറിയാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത 16ാമത്തെ ചോദ്യം. ഡാഷ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് സച്ച് ആസ് കഫിംഗ് ആൻഡ് സ്നീസിംഗ്. അതാരാ? കഫിംഗ്, സ്നീസിംഗ് പോലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആക്ഷൻസ് ആണ് ഇൻവോളണ്ടറി ആക്ഷൻസ്. ആ ഇൻവോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഇത് മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. മെഡുല ഒബ്ലാങ്കട്ട എന്താ ചെയ്യുന്നത്? കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. എന്തൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫിംഗ്, സ്നീസിംഗ്, പിന്നെ റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ എന്താ? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഇത് മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 17ാമത്തെ ചോദ്യം. There are 29 bones in human head. Which of the following classification is correct? നമ്മുടെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്, നമ്മുടെ തലയോടില് മൊത്തത്തില് 29 അസ്ഥികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്കറിയാം ആകെ മൊത്തവും 206 അസ്ഥികളാണുള്ളത്. ആ 206നകത്ത് 80 എപ്പിക്കൽ ആക്സിയൽ സ്കെലറ്റനും 126 എന്ന് പറയുന്നത് 126 എന്ന് പറയുന്നത് അപ്പൻഡിക്കുലർ സ്കെലറ്റനുമാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ 80 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുന്നയാ? ഹ്യൂമൻ ഹെഡ് വരും, ചെസ്റ്റ് ബോൺ വരും, റിബ്സ് വരും, പിന്നെന്താ വരുന്നത്? വെർട്ടിബ്രൽ കോളം വരും. മനസ്സിലായോ? 126 അപ്പൻഡിക്കുലർ സ്കെലറ്റനകത്ത് ആരൊക്കെയാ വരുന്നത്? 126 അപ്പൻഡിക്കുലർ സ്കെലറ്റനകത്ത് വരുന്ന ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ബോൺ വരും, പിന്നെന്താ? ഷോൾഡർ ബോൺ വരും, കൈ വരും, പെൽവിക് ഗിർഡിൽ വരും, അത് ഇടുപ്പ് വരും, പിന്നെ കാല് വരും, ലെഗ്സ്. ഇത്രയാണ് വരുന്നത്. മനസ്സിലായോ? ഇതിന്റെ എണ്ണം നമുക്ക് നോക്കാം. ആക്സിയൽ സ്കെലറ്റിനകത്ത് ഹ്യൂമൻ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഫേഷ്യൽ ബോൺസ് വരും. പിന്നെ ക്രേനിയൽ ബോൺസ് എത്ര എണ്ണം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേനിയൽ ബോൺസ് 8 എണ്ണം വരും. അതായത് കപാലം, മുഖം 14, കപാലം 8 എണ്ണം വരും. അങ്ങനെ മൊത്തത്തില് 22 അസ്ഥികളാണ് ഇവിടെ വരുന്നത്, തലയോട്ടിൽ വരുന്നത്. മനസ്സിലായോ? പിന്നീട് വരുന്നതാണ് ഇയർ. ചെവിയിൽ എന്താ? ഒരു ചെവിയിൽ 3 എണ്ണം വെച്ച് മൊത്തവും 6 എണ്ണം, 6 അസ്ഥികൾ വരുന്നുണ്ട്. പിന്നെ നെക്കില് എന്താ വരുന്നത്? ഒരെണ്ണം വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് ബോൺ ഒരെണ്ണം, റിബ്സ് 12 പെയർ അല്ലെങ്കിൽ 24 നമ്പേഴ്സ്. വെർട്ടിബ്രൽ കോളം എത്ര? 26. നവജാത ശിശുക്കൾക്ക് 33. ഇത്രയാണ് ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറയുന്നത്. അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷോൾഡർ എന്താ? രണ്ടിടത്തും കൂടെ 2 എണ്ണം, അങ്ങനെ മൊത്തവും 4 എണ്ണം. പിന്നെ ഹാൻഡ്സ്, കയ്യിൽ വരുന്ന എത്ര എണ്ണമാ? 2 കയ്യിലും കൂടെ 30 എണ്ണം, അങ്ങനെ മൊത്തവും 60. പിന്നെ പെൽവിക്കില് രണ്ടിടത്തും ഓരോന്ന് വെച്ച് 2 എണ്ണം. ഓക്കെ, പിന്നെ വരുന്ന ലെഗില്, കാലില് 30 എണ്ണം വെച്ച് 2 കാലിലുമായിട്ട് 60 എണ്ണം. മനസ്സിലായോ? ഇത്രയാണ് ആക്സിയൽ സ്കെലറ്റൻ, അപ്പൻഡിക്കുലർ സ്കെലറ്റന്റെ എണ്ണം നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം. There are 29 bones in human head. Which of the following classification is correct? ഫോർഹെഡിൽ 8, ഫേഷ്യൽ 14. അവിടം വരെ ശരിയാണ്. ഇയർ 4 അല്ലേതാ? 3. മാലിയസ് ഇൻകസ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് 3 എണ്ണമാണ് ഉള്ളത്. ഹയോയിഡ് എത്ര എണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയോയിഡ് ആണ് നെക്കിലെ തൊണ്ടയിലസ്ഥി, അത് എത്ര എണ്ണമാ? അതോ ഒരെണ്ണമാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പൊ ഇതിനകത്ത് ഉത്തരം വരുന്നത് എന്താ? ഓപ്ഷൻ ബി, ഫോർഹെഡ് 8 എണ്ണം. അതാണ് കപാലം, ക്രേനിയം എന്നൊക്കെ പറയുന്നത് 8, ഫേഷ്യലിൽ 14, ഇയറിൽ രണ്ടിടത്തും കൂടെ 6, ഹയോയിഡ് 1. ക്ലിയർ ആണല്ലോ? ഇതാണ് ഉത്തരം. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം. വിച്ച് ഹോർമോൺ പ്രൊമോട്ട്സ് RBC പ്രൊഡക്ഷൻ ഇൻ ബോൺ മാരോ? ബോൺ മാരോയില് RBC പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എറിത്രോപോയിറ്റിൻ ആണ്. മനസ്സിലായോ? ലൂക്കോപോയിറ്റിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കോപോയിറ്റിൻ എന്താ? WBCയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ത്രോംബോപോയിറ്റിൻ എന്താ? പ്ലേറ്റ്ലെറ്റ്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. പിന്നെ ഇതിനകത്തുള്ള സെറോട്ടോണിൻ
സെറാട്ടോണിൻ. സെറാട്ടോണിൻ എന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ സൊമാറ്റോട്രോപ്പിൻ എന്താ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, ഗ്രോത്തിന് സഹായിക്കുന്നു. പിന്നെ ഇതിനകത്തുള്ള പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കാൻ, പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ആർ ബി സി പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? അതെന്താ? എറിത്രോപോയിറ്റിൻ. ആർ ബി സിയുടെ വേറൊരു പേരാണെന്ത്? എറിത്രോസൈറ്റുകൾ. മനസ്സിലായോ? ആർ ബി സി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് എറിത്രോപോയിസിസ് എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് എറിത്രോപോയിറ്റിൻ. ക്ലിയർ ആണല്ലോ. അടുത്ത 19ാമത്തെ ചോദ്യം. വിച്ച് വിറ്റാമിൻ ആക്ടിവേറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് കാൽഷ്യം എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? രക്തം കട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വിറ്റാമിൻ ബി1, കെ, ഡി, സി. അപ്പൊ ഇവിടെ ഉത്തരം എന്താ? വിറ്റാമിൻ കെ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നമുക്ക് നോക്കാം. വിറ്റാമിൻ കെ എന്തുവാ? റെറ്റിനോൾ. റെറ്റിനോൾ എന്താ? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ഇതിന്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതേപോലെ സിറോഫ്താൽമിയ, ഇതൊക്കെയാണ് അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വിറ്റാമിൻ ബി1. ബി1 എന്താ? തയാമിൻ. തയാമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറിബെറി. ഓക്കെ. അടുത്ത ബി2. ബി2 എന്താ? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ഡിസീസ് വെച്ച് കഴിഞ്ഞാൽ അരിബോ ഫ്ലാവിനോസിസ്. അരിബോ ഫ്ലാവിനോസിസ്. അടുത്ത ബി3. ബി3 എന്താ? നിയാസിൻ. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്താ? പെല്ലഗ്ര. പെല്ലഗ്ര. ബി5 പാൻഡോത്തനിക് ആസിഡ്. അപര്യാപ്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥീഷ്യ. പരിസ്ഥീഷ്യ. ഓക്കെ. ബി6 എന്താ? പീരിഡോക്സിൻ. പീരിഡോക്സിൻ. അപര്യാപ്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ. ബി7 ബയോട്ടിൻ. ബയോട്ടിൻ എന്താ ഇതിന്റെ അപര്യാപ്ത രോഗം? ഹെയർ ഫോള്. ഹെയർ ഫോള്. ബി9 ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്തിന് അപര്യാപ്ത രോഗം? മാക്രോസൈറ്റിക് അനീമിയ അല്ലെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ബി9. അടുത്ത ബി12 സൈനോകൊബാലമിൻ. ഇതിന്റെ അപര്യാപ്ത രോഗമാണ് പെർമീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ. ബി12 എന്താ? സൈനോകൊബാലമിൻ, പെർനീഷ്യസ് അനീമിയ. ഓക്കെ. ഇനി വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് ആണ് സയന്റിഫിക് നെയിം. അപര്യാപ്ത രോഗം ചോദിക്കുവാണെങ്കിൽ സ്കർവി. സ്കർവി. വൈറ്റമിൻ ഡി ചോദിക്കുവാണെങ്കിൽ കാൽസിഫെറോൾ. അപര്യാപ്ത രോഗം എന്താ? റിക്കറ്റ്സ്.
അതുപോലെ ഓസ്റ്റിയോ മലേസിയ, ഇതൊക്കെയാണ് രോഗങ്ങൾ. വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. അപര്യാപ്ത രോഗം എന്താ? ഇൻഫെർട്ടിലിറ്റി. വന്ധ്യത. പിന്നെ വൈറ്റമിൻ കെ, ഫിലോക്വിനോൺ. എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് സഹായിക്കുന്നത്. സഹായിക്കുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ്. ഡെഫിഷ്യൻസി ഡിസീസ് എന്താ? ഹെമറേജ്. ഹെമറേജ്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത്രയാണ് വിറ്റാമിൻസിന്റെ സയന്റിഫിക് നെയിമും ഡെഫിഷ്യൻസി ഡിസീസുകളുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നമ്മൾക്ക് ചോദിച്ചത് വിച്ച് വിറ്റാമിൻ ആക്ടിവേറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് കാൽഷ്യം എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ കെ ആണ്. In the process of storing and transferring ADP into ATP molecules, which of the following mineral is critical? അപ്പൊ നമ്മുടെ ATP നിർമ്മാണത്തിന് സഹായിക്കുന്ന മിനറൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. എന്ത്? ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ജോലി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണിന്റെ അസ്ഥികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു, ന്യൂക്ലിക് ആസിഡുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു, പിന്നെ ATP നിർമ്മാണത്തിന് സഹായിക്കുന്നു. മനസ്സിലായോ? സോഡിയത്തിന്റെ ജോലി എന്താ? ജലത്തിന്റെ അളവിനെ നിലനിർത്തുന്നു. പിന്നെന്താ? ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്നു. പിന്നെ നെർവ് ഇമ്പൾസ്, ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസിനെ സഹായിക്കുന്നു. നെർവ് ഇമ്പൾസിന് സഹായിക്കുന്നു. മനസ്സിലായോ? പിന്നെ കാൽഷ്യം. കാൽഷ്യത്തിന്റെ ജോലി എന്തുവാ? കാൽഷ്യവും ബോൺസ് ആൻഡ് ടീത്തിന് സഹായിക്കുന്നു. പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു. കോൺട്രാക്ഷൻ ഓഫ് മസിൽസിന് സഹായിക്കുന്നു. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. പിന്നീട് അയൺ. അയൺ എന്താ? ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദിച്ച ചോദ്യം, in the process of storing and transferring ADP into ATP molecules, which of the following is critical എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ? ഫോസ്ഫറസ് ആണ് ATP നിർമ്മിക്കാൻ സഹായിക്കുന്നത്. അടുത്ത, which of the following option is not correctly matched? മലേറിയ, പ്രോട്ടോസോവ, മീസൽസ്, ബാക്ടീരിയ. മലേറിയ, പ്രോട്ടോസോവ, മീസൽസ്, ബാക്ടീരിയ, ടെറ്റനസ് ബാക്ടീരിയ, ടൈഫോയിഡ് ബാക്ടീരിയ. ഇത്രയാണ് ഓപ്ഷന് കൊടുത്തിരിക്കുന്നത്. മലേറിയ, പ്രോട്ടോസോവ, മീസൽസ് ബാക്ടീരിയ, ടെറ്റനസ് ബാക്ടീരിയ, ടൈഫോയിഡ് ബാക്ടീരിയ. ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ മലേറിയ നമുക്കറിയാം. മലേറിയ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോസോവയാണ്. മലേറിയ എന്താ? അതൊരു പ്രോട്ടോസോവ തന്നെ. പ്ലാസ്മോഡിയം എന്ന് പറയും. അതിന് കാരണക്കാരനാണ് ആര്? പ്ലാസ്മോഡിയം. രോഗകാരി ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം. ഓക്കെ, രണ്ടാമത് വരുന്നത് മലേറിയ. മലേറിയ കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് മീസൽസ്. മീസൽസ് എന്താ? അതൊരു വൈറസ് രോഗമാണ്. മീസൽസ് എന്താ? ഒരു വൈറസ് രോഗമാണ്. റുബെല്ല എന്ന് പറയുന്ന വൈറസ്. റുബെല്ല വൈറസ് ആണ് ഇതിന് കാരണം. അടുത്ത ടെറ്റനസ്. ടെറ്റനസ് എന്താ? അത് ബാക്ടീരിയ തന്നെ. ബാക്ടീരിയ ആണ്. എന്താ? ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് കാരണക്കാരൻ. ക്ലോസ്ട്രീഡിയം ടെറ്റനി, അതാണ് രോഗാണു എന്ന് പറയുന്നത്. രോഗാണു എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി. അടുത്തത് ടൈഫോയിഡ്. അതെന്താ? ബാക്ടീരിയ തന്നെയാണ്. അതെന്താ? സാൽമോണല ടൈഫി. സാൽമോണല ടൈഫി ആണ് അതിന് ആൻസർ.
ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ, മീസൽസ് ബാക്ടീരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മീസൽസ് എന്താ, അതൊരു വൈറസ് രോഗമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ തെറ്റായ ജോഡി ഏതാ, മീസൽസ് ബാക്ടീരിയ എന്നുള്ളതാണ് തെറ്റ്. ഇവിടെ എന്താ, മീസൽസ് എന്ന് പറയുന്നത് എന്താ, അത് വൈറസ് ആണ്. വൈറസ് ആണ്, മനസ്സിലാക്കി വെച്ചേക്കണം. ക്ലിയർ. അടുത്ത 22ാമത്തെ ചോദ്യം, വിച്ച് ഡിസീസ് ഇസ് ട്രീറ്റഡ് ബൈ ആൻജിയോപ്ലാസ്റ്റി? ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി എന്താ, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ടു റിമൂവ് ബ്ലോക്ക് ഇൻ ആർട്ടറീസ് ആണ്. നമ്മുടെ കൊറോണറി ധമനിയിൽ അല്ലെങ്കിൽ ആർട്ടറികളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് എന്ത്, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ, സർജറി യൂസ്ഡ് ടു റിമൂവ് ബ്ലോക്ക് ഫ്രം കൊറോണറി ആർട്ടറി. മനസ്സിലായ? കൊറോണറി ആർട്ടറി എന്താ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന രക്തം, ശുദ്ധരക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനി. ആ ധമനിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് എന്ത്, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി മൾട്ടിപ്പിൾ ബ്ലോക്ക് ആണെങ്കിലോ, മൾട്ടിപ്പിൾ ബ്ലോക്ക് ആണെങ്കിൽ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് എന്ത്, ബൈപ്പാസ് സർജറി എന്ന് പറയും. ബൈപ്പാസ് സർജറി. ക്ലിയർ ആണല്ലോ. അപ്പം വിച്ച് ഡിസീസ് ഇസ് ട്രീറ്റഡ് ബൈ ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയാക് ഡിസീസുകളാണ്, അതായത് ബ്ലോക്ക് നീക്കം ചെയ്യുന്ന ഇതാണ് എന്ത്, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത 23ാമത്തെ ചോദ്യം, ഹിമോഫീലിയ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസീസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി, ജനറ്റിക് ഡിസീസ്, കൊണ്ടേജിയസ് ഡിസീസ്, ഒക്കുപേഷണൽ ഡിസീസ്. ഹിമോഫീലിയ എന്താ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവിൽ നിന്ന് പോലും രക്തസ്രവം ഉണ്ടാകുന്നു. അതായത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത്, ഹീമോഫീലിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ആ ഹീമോഫീലിയ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ ജീനിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഫൈബ്രിനോജൻ പ്രവർത്തിക്കാതിരിക്കുകയും രക്തം കട്ട പിടിക്കാതിരിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായോ? ഫൈബ്രിനോജന്റെ ജീനിനുണ്ടാവുന്ന തകരാറ്. അപ്പൊ അതെന്ത് കാറ്റഗറിയിൽ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഫീലിയ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. ഹീമോഫീലിയ അറിയാലോ, റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ബ്രിട്ടനിലെ രാജകുടുംബത്തിലെ ഒക്കെയാണ് ഇത് ആദ്യം വരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ റോയൽ ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് എന്ത്, ഹീമോഫീലിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരിക്കലും ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻസോ അങ്ങനെ ഒന്നും അല്ല. അതെന്താ, അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. മനസ്സിലായോ? എന്നാൽ ഹെമറേജ് എന്താ, ഹെമറേജ് ചോദിച്ചു കഴിഞ്ഞാലോ, ഹെമറേജ് എന്താ, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ആണ്. ഓഫ് വൈറ്റമിൻ കെ ആണെന്ന് ഓർത്തു വെച്ചോണം. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ കെ ആണെന്ന് ഓർത്തു വെച്ചോണം. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം, parenchyma tissue is the most common simple permanent tissue in plants. Why is it known as chlorenchyma and aerenchyma in some plants? അപ്പൊ പാരൻകൈമ ആണ്, നമുക്കറിയാം, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞായിരുന്നു. പ്ലാന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, മെരിസ്റ്റമെറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂവും. ആ മെരിസ്റ്റമെറ്റിക് ടിഷ്യൂല് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, അപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ട് തിരിക്കുന്നു, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. സിമ്പിൾ ആണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് ആണ് സൈലോൺ ഫ്ലോയം. ഈ സിമ്പിൾ ടിഷ്യൂസിൽ പാരൻകൈമയാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാ, പാരൻകൈമയാണ്. ആ പാരൻകൈമയ്ക്കകത്ത് രണ്ട് ടൈപ്പാണ്, ക്ലോറൻകൈമ എന്നും എയറൻകൈമ എന്നും. അത് പറയാൻ കാരണം എന്താ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ക്ലോറൻകൈമ. അപ്പൊ എന്തുകൊണ്ട്, ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ളതാണ് ക്ലോറൻകൈമ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ എയറൻകൈമ എന്താ, എയർ സ്പേസ് ഉള്ളത്. അതായത് പ്രധാനമായിട്ടും ഈ അക്വാറ്റിക് പ്ലാന്റ്സിൽ അതിന്റെ ഇടയ്ക്ക് എയർ സ്പേസുകൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ജലത്തിന് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഈ ഇലകളൊക്കെ ചെടികളൊക്കെ ജലത്തിന് മുകളിൽ ഒഴുകി നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ക്ലോറൻകൈമ എന്നും എയറൻകൈമ എന്നും അറിയപ്പെടുന്നത്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ക്ലോറൻകൈമ എന്നും, എയർ സ്പേസുകൾ ഉള്ളതുകൊണ്ട് എയറൻകൈമ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ,
ആൻസർ ബി. ക്ലോറൻഗൈമ ഹാസ് chlorophyll for photosynthesis. Erythema has air space and helps them to float. മനസ്സിലായല്ലോ. അടുത്ത അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ? സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ ആണ് എന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഹിസ്റ്റോളജി ആണ് കലകളെ കുറിച്ചുള്ള പഠനം, ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോളജി ആണ്. ക്ലിയർ ആണല്ലോ. സെല്ലിനെ കുറിച്ചുള്ള പഠനമാണെന്ത്? സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയും. സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയും. ടിഷ്യൂസ് ആണ് ഹിസ്റ്റോളജി. പിന്നെ മയോളജി എന്താ? മയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിനെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. അങ്ങനെയാണെങ്കിൽ ബോൺസിനെ കുറിച്ചുള്ളതോ? ബോൺസിനെ കുറിച്ചുള്ളത് ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജിയാണ് ബോൺസിനെ കുറിച്ചുള്ളത്. ബോൺസിനെ കുറിച്ചുള്ളത് ഓസ്റ്റിയോളജി. ക്ലിയർ ആണല്ലോ. ഇനി ടീത്ത് ആണ് എന്ത്? ഓഡന്റോളജി. ടീത്ത് ആണ് ഓഡന്റോളജി. ടങ് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോസോളജി. ലങ്സ് പ്ലൂറോളജി ഓർ പൾമണോളജി. പിന്നെ കിഡ്നീസ്, കിഡ്നി നെഫ്രോളജി. നെഫ്രോളജി. ഓക്കെ ആണല്ലോ. ഇത്രയാണ് കുറച്ച് പഠനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ. ബ്ലഡിനെ കുറിച്ചുള്ളത്, ബ്ലഡിനെ കുറിച്ചുള്ളത് ഹെമറ്റോളജി. ഹെമറ്റോളജി. ഓക്കെ. ഇത്രയാണ് കുറച്ച് പഠനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ ആണ്. അതെന്താ? ഹിസ്റ്റോളജി ആണ് ഉത്തരം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു 10-25 ചോദ്യങ്ങളോളം നമ്മൾ ഇതുവരെ SSCകൾക്ക്, ഇതിനകത്ത് മിക്ക ചോദ്യങ്ങളും കഴിഞ്ഞ 2022 നടന്ന പല ഷിഫ്റ്റുകളിലായിട്ട് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മനസ്സിലായോ? അപ്പം പല ടോപ്പിക്കിൽ നിന്നും നമ്മളെടുത്ത ഒരു 10-25 ചോദ്യങ്ങളാണ്. അതിന്റെ എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടത്. അപ്പം വീണ്ടും നമുക്ക് കൂടുതൽ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത സെഷനുകളിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി.